ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SCERT സോഷ്യൽ സയൻസിലെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള 10ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിട്ട് വന്ന് കണ്ടാൽ വളരെയേറെ സൗകര്യപ്രദമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നിങ്ങൾക്ക് പുതിയ വീഡിയോസ്, അതായത് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ആ ലിങ്ക് വേണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാ ടോപ്പിക്ക് വൈസ് PSC നടത്തുന്ന എല്ലാ ടോപ്പിക്ക് വൈസ് ക്ലാസ്സുകളും നമ്മൾ SCERTയുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അല്ലാതുള്ള ക്ലാസ്സുകളും, അതായത് SCERTയുടെ എല്ലാ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതൊരു ഭാഗവും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പൗരബോധം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ 10ാമത്തെ ഹിസ്റ്ററിയിലെ 10ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരു 3-4 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് പരിചിതമുള്ള മുഖങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ ഒരു അമ്മയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് നഞ്ചിയമ്മ. അപ്പോൾ ഒരു പാട്ടിലൂടെ ഒരു ആദിവാസിയായിട്ടുള്ള അമ്മയാണ്. അപ്പോൾ ഒരൊറ്റ പാട്ടിലൂടെ എന്താണ് ദേശീയ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഈ പറയുന്ന നഞ്ചിയമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഹജ്ജബ്ബ. ഇതുപോലെ ഇത് കല്ലേൻ പൊക്കുടൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൗരൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്ത്യയിലെ പൗരബോധമുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരാണ് ഹജ്ജബ്ബ എന്ന് നമുക്ക് നോക്കാം. മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരം നൽകുന്ന വ്യക്തിയാണ് ഹജ്ജബ്ബ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം, അല്ലെങ്കിൽ അദ്ദേഹം പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? ന്യൂ പദപ്പ ഗ്രാമത്തിൽ, മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പദപ്പ ഗ്രാമത്തിലാണ് അദ്ദേഹം പഞ്ചായത്ത് സ്കൂൾ ആരംഭിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന നിരക്ഷരനാണ് ഹജ്ജബ്ബ. തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കാൻ അവസരമൊരുക്കിയ മാതൃകാ വ്യക്തിയാണ് ആര്? ഈ ഹജ്ജബ്ബ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ. എന്താണ് പ്രത്യേകത? അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിലാണ്. അപ്പോൾ കല്ലേൻ പൊക്കുടൻ്റെ ജനനസ്ഥലം കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്താണ്? ഇദ്ദേഹം പ്രശസ്ത പരിസ്ഥിതി സംരക്ഷകനാണ്. നമ്മുടെ കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്നത് പ്രശസ്തനായ പരിസ്ഥിതി സംരക്ഷകനാണ്. ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കണ്ടോ? 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പൊക്കുടൻ എന്താ ചെയ്തേ? കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കിവെച്ച വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിച്ച വ്യക്തിയാണ് ആര്? ഈ കല്ലേൻ പൊക്കുടൻ. സമൂഹത്തിൽ പാരിസ്ഥിതിക അവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയായ വ്യക്തിയാണ് കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹജ്ജബ്ബയും കല്ലേൻ പൊക്കുടനും സമൂഹ നന്മയ്ക്ക് വേണ്ടി സ്വയം തിരഞ്ഞെടുത്ത മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഇനി ആരാണ് പൗരൻ? അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ്? പൗരബോധം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് പൗരൻ. പൗരൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും എന്താ അറിയപ്പെടുന്നത്? പൗരൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പൗരബോധം? പൗരബോധം എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതുമെന്നുള്ള തിരിച്ചറിവാണ് പൗരബോധം. അപ്പോൾ പൗരബോധം എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും എന്താണ്? സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യമാണ് ആ പൗരൻ്റേത് എന്ന തിരിച്ചറിവാണ് പൗരബോധം എന്ന് പറയുന്നത്.
ഇനി പൗരബോധത്തിൻ്റെ പ്രാധാന്യം എന്താണ്? സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിയെ പൗരബോധം വളരെയധികം സ്വാധീനിക്കുന്നു. പൗരബോധമില്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനാവുകയും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യും. ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ഇത്തരമൊരു സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിയെ എന്ത് സ്വാധീനിക്കുന്നു? പൗരബോധം സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇവിടെ ചില വാർത്താ തലക്കെട്ടുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, അതായത് വേനൽ കടുത്തു, കുടിവെള്ളക്ഷാമം രൂക്ഷം, നഗരമലിനീകരണം ഭീഷണിയിൽ, പകർച്ചവ്യാധികൾക്ക് സാധ്യത, പച്ചക്കറികളിൽ വിഷാംശം, അതുപോലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഊർജിത നടപടി, ഇതൊക്കെ കുറച്ച് വാർത്തകൾ വന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജലക്ഷാമം വന്നാൽ എന്ത് ചെയ്യും? ജലത്തിൻ്റെ കാര്യക്ഷമതയോടെയുള്ള ഉപയോഗം. അപ്പോൾ ജലം എന്താണ്? നമ്മൾ ജലക്ഷാമം ഉണ്ടായാൽ ജലത്തിൻ്റെ കാര്യക്ഷമതയോടെയുള്ള ഉപയോഗം നടത്തും. അതുപോലെ തന്നെ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും? പഞ്ചായത്ത് വഴിയും അതുപോലെ വാഹനങ്ങളിലൊക്കെ വണ്ടികളിൽ എത്തിക്കും, ജലം എത്തിച്ചു കൊടുക്കും. അതുപോലെ ഇപ്പോൾ ലൈൻ പൈപ്പുകൾ, അതുപോലെ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്നിവയൊക്കെ നൽകി ജലക്ഷാമം പരിഹരിക്കുന്നുണ്ട്. ഇനി മാലിന്യം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? ഉറവിട മാലിന്യ സംസ്കരണം. ഇപ്പം തന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഹരിത കർമ്മസേനകൾ എന്ത് ചെയ്യാറുണ്ട്? മാലിന്യങ്ങൾ എടുത്ത് അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? എടുത്ത് മാറ്റാറുണ്ട്. അതുപോലെ എന്താണ്? മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു? സംസ്കരണം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇനി പ്രളയം. അപ്പോൾ പ്രളയം വന്നു കഴിഞ്ഞാൽ എന്താണ്? പ്രളയം വരുമ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കുക. അപ്പോൾ പ്രളയത്തിൽ പെട്ടവരെ എന്ത് ചെയ്യുക? അടിയന്തര സഹായം നൽകി രക്ഷപ്പെടുത്തുക. അതൊക്കെയാണ് പ്രളയം വന്നാൽ ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ നൽകുക. ഇതൊക്കെയാണ് നമ്മൾ പ്രളയം വരുമ്പോൾ ചെയ്യുന്നത്. ഇനി അഴിമതിയാണെങ്കിൽ എന്ത് ചെയ്യുക? അഴിമതിക്കെതിരായ ബോധവൽക്കരണം നടത്തുക. അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്ക് തക്ക ശിക്ഷ നൽകുക. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ നാട്ടിലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇനി ഒരു ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിൽ പൗരബോധം സുപ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ഷേമരാഷ്ട്രം രൂപീകരിക്കണമെങ്കിൽ പൗരബോധം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിനും അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും ഇത് സമൂഹത്തെ സഹായിക്കുന്നു. അപ്പം നമ്മൾ നേരിട്ട ഒരു പ്രളയ ദുരന്തമാണ് കേരള ജനതയെ ദുരിതത്തിലാഴ്ത്തിയ 2018 ഓഗസ്റ്റിലെ മഹാപ്രളയത്തെ അതിജീവിക്കാനായത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒത്തൊരുമയോടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ്. പൗരബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ 2018 പ്രളയമൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇതൊക്കെ നമ്മുടെ പൗരബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇനി പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. പൗരബോധ രൂപീകരണത്തെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നതിനാൽ പൗരബോധത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ പൗരബോധത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്: ഒന്ന് കുടുംബം, വിദ്യാഭ്യാസം, സാമൂഹിക വ്യവസ്ഥ, സംഘടനകൾ, രാഷ്ട്രീയ വ്യവസ്ഥ മുതലായവ പൗരബോധത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഇനി പൗരബോധം എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാം? പൗരബോധം വളർത്തിയെടുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമാണ്. ഏത് സമൂഹവും പൗരബോധം വളർത്തുന്നതിന് ക്രിയാത്മകമായ നടപടികൾ കൈക്കൊള്ളാറുണ്ട്. അപ്പോൾ നമ്മുടെ പൗരബോധത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് കുടുംബം. അപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കാനും സാമൂഹിക സേവനത്തിൽ, അതായത് സമൂഹ സേവനത്തിൽ ഏർപ്പെടാനും പഠിപ്പിക്കുന്ന പ്രാഥമിക സ്ഥാപനമാണ് ഏത്? കുടുംബം എന്ന് പറയുന്നത്.
അംഗങ്ങളിൽ കർത്തവ്യബോധം വളർത്തുന്നതിലും നിലനിർത്തുന്നതിലും കുടുംബം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും പലപ്പോഴും ഉന്നതമായ പൗരബോധം വളർത്തും. ഓരോ വ്യക്തിയും കുടുംബത്തിനു വേണ്ടിയും കുടുംബം സമൂഹത്തിനു വേണ്ടിയുമാണെന്ന ബോധം കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്, കുട്ടികളെല്ലാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വിവിധ വിഷയങ്ങളുടെ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വ്യക്തിയെ പ്രാപ്തനാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു വ്യക്തിയെ ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ പ്രാപ്തനാക്കുന്നത് എന്താണ്? അത് വിദ്യാഭ്യാസമാണ്. മൂല്യബോധം, സഹിഷ്ണുത, നേതൃത്വ ഗുണം, പരിസ്ഥിതി ബോധം, ശാസ്ത്രാവബോധം തുടങ്ങിയവ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസം സഹായിക്കും. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധിക്കുന്നത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ സമീപനത്തിലൂടെ പൗരബോധം ജനങ്ങളിലെത്തിക്കാൻ കഴിയും. ഗവൺമെൻറ്റുകൾ വിദ്യാഭ്യാസ നയങ്ങൾക്ക് രൂപം നൽകുന്നത് ഈ ലക്ഷ്യത്തോടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ആർട്ടിക്കിൾ 21A പ്രകാരം 21A അനുസരിച്ച് 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം? സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ നമ്മുടെ 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21A അതിനെക്കുറിച്ച് പറയുന്നത്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഈ 86ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്ന 2002 86ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. അപ്പോൾ ഈ 2002 86ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കി. മൗലിക അവകാശമാക്കിയത് 2002. എന്നാൽ പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 ഓഗസ്റ്റ് 26 എന്ത് ചെയ്തത്? പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. ഈ പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 2010 ഏപ്രിൽ 1 ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇത്ര അഡീഷണൽ ആയിട്ടുള്ള ഈ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ സംഘടനകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിരവധി സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ. അപ്പോൾ ഇനി സേവന സന്നദ്ധയോടെ പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് സംഘടനകളാണ്. അപ്പോൾ നമ്മളെ സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കാൻ പ്രാപ്തനാക്കുന്നത് എന്താണ്? സംഘടനകളാണെന്നാണ് പറയുന്നത്. പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം, ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പൗരബോധ രൂപീകരണത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അച്ചടി മാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. വാർത്തകളും വിവരങ്ങളും ജനങ്ങളിലെത്തിക്കുന്നത് ആരാണ്? ഈ മാധ്യമങ്ങളാണ്. ശരിയായതും വസ്തുനിഷ്ഠവുമായ വിവരങ്ങൾ ക്രിയാത്മകമായ ആശയരൂപീകരണത്തിലേക്ക് നയിക്കും. മാധ്യമങ്ങൾ നിഷ്പക്ഷവും സ്വതന്ത്രവുമായിരിക്കണം. മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ എങ്ങനെയാണ്? വിമർശനാത്മകമായി വിലയിരുത്തണം. അതാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. ഇനി ജനാധിപത്യ വ്യവസ്ഥ. എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? പൗരബോധത്തിന് അനിവാര്യമായൊരു ഘടകമാണ്
ജനാധിപത്യം. പൗരബോധം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും അടിസ്ഥാനം എന്താണ്? ജനാധിപത്യമാണ്. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ജീവിതശൈലിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജനാധിപത്യ സമീപനം ഉണ്ടായിരിക്കണം. ജനങ്ങൾ പരസ്പര സഹകരണത്തോടെ ജീവിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന് അനിവാര്യമാണ്. മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന സഹകരണവും പിന്തുണയും തിരികെ നൽകുക എന്നത് ഉയർന്ന ജനാധിപത്യ ബോധത്തിൻ്റെ അടയാളമാണ്. ഇനി ജനാധിപത്യം സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹജീവികളെക്കുറിച്ച് ചിന്തിക്കാനും അവരുടെ സ്വാതന്ത്ര്യം, സമത്വം, അവകാശങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും വ്യക്തികളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ ജനാധിപത്യ ചിന്താഗതിയാണ്. ജനാധിപത്യം നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ജനാധിപത്യം എങ്ങനെയുള്ളതാണ്? നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്നതാണ് ജനാധിപത്യം. എല്ലാവരും നിയമവിധേയരാണ് എന്നതാണ് ഈ ജനാധിപത്യം എന്നതിൻ്റെ അടിസ്ഥാനം. ഇനി ഉത്തമ മാതൃകകൾ പരിചയപ്പെടൽ. ഇവിടെ ഒരു 4 വ്യക്തികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവരിൽ 2 പേരെയും നമുക്ക് നല്ല പരിചിതമായ മുഖങ്ങളാണ്. ഒന്ന് APJ അബ്ദുൽ കലാം, 2 മദർ തെരേസ, 3-മത്തെ ആളാരാണ്? മയിലമ്മ, 4-മത്തേത് ദശരഥ് മാഞ്ചി. അപ്പോൾ ഇവർ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളാണ്. ഇനി പൗരബോധവും ധാർമ്മികതയും എന്താണ്? എല്ലാ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാവേണ്ട ധാർമ്മികതയെ സംബന്ധിച്ച ഗാന്ധിജിയുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗാന്ധിജി പറഞ്ഞത് എന്താ നമുക്ക് നോക്കാം. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും മാനുഷികതയും സഹജീവ സ്നേഹവും കർത്തവ്യബോധവും ഇവർ പ്രകടിപ്പിക്കുകയുണ്ടായി. സ്വന്തം പ്രവർത്തന മേഖലയിൽ നിസ്വാർത്ഥമായും അർപ്പണ മനോഭാവത്തോടെയും എല്ലാവരും പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയെയും ഇത്തരത്തിൽ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. ജൈവ കൃഷി, ട്രാഫിക് ബോധവൽക്കരണം, ലഹരി വിരുദ്ധ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നമ്മൾ പങ്കാളികളാകാറുണ്ടല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താണ്? നമ്മുടെ ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായതാണ്. ഇനി ഗാന്ധിജിക്ക് സമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടമ നിറവേറ്റുക ഓരോ വ്യക്തിയുടെയും ധർമ്മമാണെന്നാണ് പറയുന്നത്. ഇനി ധാർമ്മികത എന്നത് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലെ ധാർമ്മികത എന്താണ്? ഒന്നാമത് പറയുന്നത് ആദർശമില്ലാത്ത രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയം വേണം, പക്ഷേ അതെന്താണ്? ആദർശമില്ലാത്ത രാഷ്ട്രീയത്തെയാണ് ഗാന്ധിജി പറയുന്നത്. എന്താണ്? ആദർശമില്ലാത്ത രാഷ്ട്രീയം നല്ലതല്ല എന്നാര് പറയുന്നുണ്ട്? ഗാന്ധിജി പറയുന്നുണ്ട്. ഇനി അധ്വാനമില്ലാത്ത സമ്പത്ത് അതും ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ നല്ലതല്ല. മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, പിന്നെന്താണ്? ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവമഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസാക്ഷിയില്ലാത്ത സന്തോഷം, ഇവ അത്യന്തം അപകടമാണ് എന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ? ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ഇതൊന്നുമല്ല. അപ്പോൾ ആദർശമില്ലാത്ത രാഷ്ട്രീയമില്ല, അധ്വാനമില്ലാത്ത സമ്പത്ത്, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ധാർമ്മികതയില്ലാത്ത വാണിജ്യം, സ്വഭാവ മഹിമയില്ലാത്ത വിദ്യാഭ്യാസം, ത്യാഗമില്ലാത്ത ആരാധന, മനസാക്ഷിയില്ലാത്ത സന്തോഷം, ഇവയൊക്കെ അപകടമാണെന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ഇനി ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു, എന്നാൽ അധാർമികത പൗരബോധം ഇല്ലാതാക്കുന്നു. അപ്പം ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് പൗരബോധത്തെ സഹായിക്കുന്നതാണ്, പക്ഷെ അധാർമികതയാണെങ്കിൽ അത് പൗരബോധം ഇല്ലാതാക്കുന്ന സംഭവമാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ധാർമ്മിക ബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. അപ്പോൾ പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ധാർമ്മിക ബോധം
പൗരബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം. പൗരബോധം ക്രിയാത്മകമായൊരു മാനസിക അവസ്ഥയാണ്. പൗരബോധമുള്ളതും പൗരബോധമില്ലാത്തതുമായ ചില പ്രവർത്തനങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ എന്താണ്, പൗരബോധത്തിന് നേരെ ടിക്കിടണം, അല്ലെങ്കിൽ പൗരബോധമില്ലായ്മയ്ക്ക് നേരെ നമ്മൾ എന്താണ് തെറ്റിടണം. അപ്പോൾ ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. എത്ര തിരക്കുണ്ടെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. ശരിയല്ലേ? അത് പൗരൻ്റെ ബോധമാണ്, അത് ശരിയാണ്. വീട്ടിലെ മാലിന്യങ്ങൾ പൊതുവഴിയിൽ നിക്ഷേപിക്കുന്നതിൽ തെറ്റില്ല, അത് പൗരബോധമില്ലായ്മയാണ്, അത് തെറ്റാണ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക എന്നത് എൻ്റെയും കടമയാണ്. ശരിയാണ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടത് അത് പൊതുവകയാണ്, അത് സംരക്ഷിക്കേണ്ടത് പൗരൻ്റെ കടമയാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ശരിയാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അനീതിക്കെതിരെ പരാതിപ്പെടാൻ പാടില്ല. അനീതി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പരാതിപ്പെടണം. അപ്പോൾ അവിടെ അത് തെറ്റാണ്. ഇനി അത്യാവശ്യ സന്ദർഭങ്ങളിൽ അഴിമതി നടത്താം, അതും പാടില്ല, അഴിമതി തെറ്റാണ്. വൃദ്ധരെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം. അപ്പോൾ വൃദ്ധരായ ജനങ്ങൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം. അതും ഒരു പൗരൻ എന്ന നിലയിൽ ശരിവെക്കേണ്ട കാര്യമാണ്. ഇനി പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? പൊതു താല്പര്യങ്ങളെ അവഗണിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നതാണ് പൗരബോധം നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൗരബോധം നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെയൊക്കെ മറികടക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക. അപ്പോൾ ഓരോരുത്തരും താൻ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് വിമർശനാത്മകമായിട്ട് എന്ത് ചെയ്യുക? വിലയിരുത്തുക. പൊതു താല്പര്യങ്ങൾ ഹനിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ പൊതു താല്പര്യങ്ങൾ ഹനിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മിൽ നിന്ന് തുടങ്ങുക. ജനാധിപത്യത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുക. അവകാശങ്ങൾക്കൊപ്പം ചുമതലകൾക്കും തുല്യ പരിഗണന നൽകുക. ഇതൊക്കെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ പൗരബോധം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പരിഹരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമൂഹത്തിൽ നല്ല പൗരന്മാരായി ജീവിക്കാൻ പറ്റും. ഇനി സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും എന്നതാണ് നമ്മൾ പറയുന്നത്. സാമൂഹ്യശാസ്ത്ര പഠനത്തിന് പൗരബോധ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. മനുഷ്യനും സമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന പഠന മേഖല എന്ന നിലയിൽ സാമൂഹ്യശാസ്ത്ര പഠനം ഓരോ വ്യക്തിയിലും സമഗ്രമായ മാറ്റം വിഭാവനം ചെയ്യുന്നു. പൗരബോധ രൂപീകരണത്തിന് സാമൂഹ്യശാസ്ത്ര പഠനത്തിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് താഴെ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. ഇനി 2, രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ വിവിധ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 3, വിവിധ പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരം നിർദ്ദേശിക്കാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതും എന്താണ്? ഈ പൗരബോധമാണ്. പൗരബോധത്തിൻ്റെ ഉത്തമ മാതൃകകളും പ്രവർത്തനങ്ങളും പരിചയപ്പെടുത്തി വ്യക്തികളെ പൗരബോധമുള്ളവരാക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പൗരബോധത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. നമ്മൾ ഒരു സാമൂഹ്യശാസ്ത്ര പഠനവും പൗരബോധവും എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇനി സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും സുസ്ഥിരമായ നിലനിൽപ്പിനും പൗരബോധം അത്യാവശ്യമാണെന്ന് ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? ബോധ്യപ്പെട്ടു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അധികമൊന്നും നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് എടുത്ത് പറയത്തക്ക രീതിയിൽ വളരെ പ്രധാനമായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ SCERT ക്ലാസ്സുകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. 10ാം ക്ലാസ്സിലെ SCERTയിലെ ഹിസ്റ്ററി, ജോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അതുപോലെ ഹിസ്റ്ററിയിൽ ഇനി ഒരു ചാപ്റ്ററും കൂടി, ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗവും കംപ്ലീറ്റ് ആവും. 10ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നമ്മൾ ബയോളജി കംപ്ലീറ്റ് ആയി. അതുപോലെ കെമിസ്ട്രിയിൽ 5-6 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി 2 ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട്.
അതുപോലെ ഫിസിക്സിലെ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കിയൊരു ഉള്ള ചാപ്റ്റേഴ്സാണുള്ളത്. നമ്മൾ എത്രയും വേഗം ഈ ഡിസംബറിൽ തന്നെ നമ്മൾ SCERT കംപ്ലീറ്റ് ആക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.